ശ്രീജിത്തിനോട് ചോദിക്കുക. ശ്രീജിത്ത്, ഈ വെള്ളാപ്പള്ളി കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഈ കണിച്ചിക്കുളങ്ങരയിൽ പോയി വെള്ളാപ്പള്ളിയുടെ ഒരു പിന്തുണ ഉറപ്പാക്കുക പാലായിൽ കെ.എം. മാണി പോലും നടത്തിയിരുന്ന ഒരു പ്രചരണ തന്ത്രമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു അത്. അപ്പം എല്ലാവർക്കും ഈഴവ വോട്ടുകളും SNDP പിന്തുണയും ഒക്കെ ആവശ്യമായിരുന്നു. ഇത്തവണ അങ്ങനെ മറ്റാരും ആ പ്രതീക്ഷ കാര്യമായി വെക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ തുഷാർ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഈഴവ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം അങ്ങോട്ട് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ കണക്കെടുപ്പിൽ നഷ്ടം പേറേണ്ടി വരുന്നത് ശ്രീജിത്ത് ആരായിരിക്കും? വേഗത്തിൽ അക്കാര്യങ്ങളിൽ എങ്ങനെ നമുക്ക് നിരീക്ഷിക്കാനാവും? സജിത്ത്, അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇടതുപക്ഷം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ മുമ്പുണ്ടായിരുന്ന കോട്ടയം മാറി ഏറ്റുമാനൂർ, അതായത് അതിന്റെ ചില ഉദാഹരണം എടുത്താൽ തന്നെ ഇപ്പോൾ അയ്മനം, തിരുവാർപ്പ്, കുമരകം പോലെ SNDPക്കൊക്കെ വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ അവിടെ CPM വോട്ടുകളായിരുന്നു. അത് പലയിടത്തും BJP ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുമരകം പഞ്ചായത്തിൽ തന്നെ 5 മെമ്പർമാർ BJPക്കുണ്ട്, അങ്ങനെ അയ്മനത്തുണ്ട്. അങ്ങനെ അത് മാറി മാറി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ഈ SNDP വോട്ടുകളും ഈ വൈക്കം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമാണ്. ആ വോട്ടുകൾ സ്വാഭാവികമായും ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പാർട്ടി ചിഹ്നമില്ല, അരിവാൾ ചുറ്റികയില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ പരമാവധി പിടിച്ചു നിർത്താൻ കേരള കോൺഗ്രസ് എമ്മിന് തന്നെ കൊടുക്കണമെന്നൊക്കെ CPM ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്ന പ്രചരണം SNDP യോഗം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് ഇവിടെ എത്തിയില്ലെങ്കിൽ പോലും എല്ലായിടത്തും പ്രീതി നടേശൻ എത്തുന്നുണ്ട്, തുഷാറിന്റെ ഭാര്യ എത്തുന്നുണ്ട്, വെള്ളാപ്പള്ളി പ്രധാനപ്പെട്ട നേതാക്കളെ കണിച്ചുകുളങ്ങരയിലേക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ വെറുതെ ഒരു മത്സരമല്ല ഇത്തവണ നടത്തുന്നത്. അതായത് ഇവിടെ ഒരു 3 ലക്ഷം വോട്ടെങ്കിലും ഈ SNDPയുടേത് ഒരു 2.25 ലക്ഷം വോട്ടെങ്കിലും പിടിക്കാനായാൽ, ആകെയുള്ള 4 ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത്, അതിൽ നിന്ന് 2.25 ലക്ഷം വോട്ടെങ്കിലും പിടിക്കാനായാൽ തൊട്ടിപ്പുറത്ത് BJPയുടെ ഒരു 1 ലക്ഷം വോട്ടുകൂടെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജയത്തിലേക്ക് എത്തും എന്നൊരു കണക്ക് വരെ അവിടെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം സജിത്ത് ചോദ്യത്തിന് ഉത്തരം, വളരെ പ്രത്യക്ഷമായി UDFന്റെ LDFന്റെ വോട്ടുകൾ നഷ്ടപ്പെടും. പക്ഷെ അത് കൂടുതലും നഷ്ടപ്പെടുക LDFന്റെ വോട്ടുകൾ എന്ന് വിലയിരുത്തേണ്ടി വരും ഇപ്പോഴത്തെ അടിയൊഴുക്കുകൾ ശ്രദ്ധിച്ചാൽ. എനിക്ക് ശ്രീജിത്തിനോട് ഒരു ചോദ്യം കൂടിയുണ്ട്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടിയുള്ളത്, 2 ഇല ചിഹ്നത്തിൽ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രീതി അവിടെ കേരള കോൺഗ്രസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട്. സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ ന്യായീകരിക്കാൻ പോവേണ്ടതില്ല, മറിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം സ്വീകരിക്കണമെന്ന് അവിടെ KTUCയുടെ, അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു നേതാവ് തന്റെ അണികൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. അങ്ങനെയും സർക്കാരിനെ ന്യായീകരിക്കാൻ ഇനി ഞങ്ങളില്ല, അല്ലെങ്കിൽ ന്യായീകരിച്ച് ഉണ്ടാവുന്ന ആന്റി ഇൻക്യൂംബൻസിയെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടുക എന്നൊരു രീതിയുണ്ട്. എങ്ങനെയും വിജയിക്കുക എന്ന കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയാവാം ഇത്. അങ്ങനെ ആ തന്ത്രങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണോ അവിടെ കേരള കോൺഗ്രസ് എം മുന്നോട്ട് പോകുന്നത്? കാരണം പൊതുവിൽ ഒരു UDF മേൽക്കോയ്മയുള്ള ലോക്സഭാ മണ്ഡലമായതുകൊണ്ടാണ് ആ ചോദ്യം. തീർച്ചയായും അതുണ്ട് സജിത്ത്. ഈ പ്രചരണ ഈ നോട്ടീസുകളിലടക്കം LDF എന്നുള്ളത് വലുതായി കൊടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഒരു വേള ചില അടക്കം പറച്ചിലുകൾ കേട്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചരണം പാലയിൽ വെക്കണ്ട, അത് വൈക്കത്തും ഏറ്റുമാനൂരും വെച്ചാൽ മതി എന്നതടക്കമുള്ള പ്രചരണം. അതായത് സംസ്ഥാന സർക്കാരിനെ ഇവിടെ ഉയർത്തിക്കാട്ടിയാൽ അത് കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടിയാകും. അതേസമയം തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ജോസ് കെ മാണി പറഞ്ഞത്, ഇന്ത്യ മുന്നണിയെ, രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്, ചാഴിക്കാടനും പറയുന്നത് അതാണ്. അതായത് ഒരു UDF ആണ് തങ്ങൾ എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ വോട്ട് തരാതിരിക്കേണ്ട എന്ന് പറയാൻ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു തന്ത്രമുണ്ട്. പഴയ UDF ചിഹ്നം എന്ന നിലയിൽ തന്നെ അവർ 2 അവതരിപ്പിക്കുന്നും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജനങ്ങളിലേക്ക് എത്ര എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ 2 ഉയർത്തിക്കാട്ടുമ്പോഴും 2 കഴിഞ്ഞ ഇടത് തരംഗത്തിൽ മത്സരിച്ച തോമസ് ചാഴിക്കാടനും സ്റ്റീഫൻ ജോർജും 2 മത്സരിച്ചിട്ട് പോലും പുതിയ ചിഹ്നമായ ട്രാക്ടറിൽ മത്സരിച്ചവർ ജയിച്ചു എന്നതാണ് UDFന്റെ മറുവാദം. അതായത് കാപ്പനും മോൻസും ജയിച്ചു എന്നുള്ള മറുവാദവും അവർ ഉയർത്തുന്നു. 2 ഒരു വെല്ലുവിളിയല്ല എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഇത്തവണ അങ്ങനെ ഓട്ടോയിൽ ആയിരിക്കാം അല്ലെ ഫ്രാൻസിസ് ജോർജിന് ഡൽഹിയിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് ഫ്രാൻസിസിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്.